ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 72.50 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്. ഒരു ഗ്യാപ് ഫില്ലിംഗ് കഴിഞ്ഞ് ഒരു ലോവർ ലോ ലോവർ ഹൈ ലെവലിൽ ഒരു ക്യാൻഡിൽ ഫോർമേഷനിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 24,000 ലെവലിലേക്ക് ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു പുട്ട് ഓപ്ഷൻ എൻട്രിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 24,000 130 ട്രേഡ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് 130. ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ആണ്, ഫ്രൈഡേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലെവൽസ് 24,400 ആൻഡ് 24,600 ലെവലിൽ ഇടയിൽ ക്ലോസ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു 200-300 പോയിൻറ്റ്സ് 300+ പോയിൻറ്റ്സിൻ്റെ ഒരു അപ്പ് മൂവ് വരാനുള്ള ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ബെയറിഷ് വ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. മേ ബി ഒരു 24,000 വന്നതിന് ശേഷം അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടൊരു മൊമെൻറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് പ്രോപ്പറായിട്ടുള്ള റിവേഴ്സൽ സൈൻസ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആ ഡയറക്ഷനിലേക്ക് ട്രേഡ് അല്ലെങ്കിൽ എൻട്രി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു മൊമെൻറ്റം പുട്ട് ഓപ്ഷനിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് 24,000 ലെവൽ, അതുപോലെ തന്നെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോളോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും റിക്കവർ ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു വി ഷേപ്പ് റിക്കവറി അല്ലെങ്കിൽ ഒരു ഓവറോൾ ഒരു സൈഡ് വേസ് ഡേ ആവാനും ബുള്ളിഷ് ഡേ ആവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പുട്ട് ഓപ്ഷൻ എൻട്രി കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 24,000 ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു എൻട്രി എടുക്കാം. ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. 23,950 നമുക്ക് നോക്കാം. യെസ്, നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 136.7 ആണ് ഒരു ലോട്ടാണ് എടുത്തിട്ടുള്ളത്. 23,950 പുട്ട് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ 24,000 പുട്ട് ഓപ്ഷൻ 24,000 പുട്ട് ഓപ്ഷൻ 150+ പോയി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ആ ഒരു പ്രീമിയത്തിലാണെങ്കിൽ എടുക്കാം. എന്തായാലും ഞാനൊരു പ്രീമിയം കുറച്ചുകൂടി ചെറിയ പ്രീമിയം എടുക്കാമെന്ന് വിചാരിച്ചു. അറൗണ്ട് ഒരു 120-130 ലെവലിലുള്ള പ്രീമിയം. അപ്പോൾ നമ്മൾ 136 ആണ് എടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ അഡീഷൻ വരുന്നത് നോക്കാം. അതുപോലെ തന്നെ 24,000 ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആസ് ഓഫ് നൗ 1 ലോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, പക്ഷേ അത് കൺഫേം ആവാൻ വേണ്ടി കുറച്ചധികം വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു 20+ പോയിൻറ്റ്സ് ഒരു മൂവ്മെൻറ്റ് വന്നു. എന്തായാലും കുഴപ്പമില്ല. ഹയർ ലെവൽസിലാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷനോടുകൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റൈഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്ക് എഗെയിൻ ഒരു എൻട്രി എടുക്കേണ്ടതുണ്ട്. യെസ്, ഒരു ലോട്ട് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. 138 ആവറേജ് പ്രൈസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്രീ ഫോൾ വരുമോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 24,000 എത്തിയിട്ടുണ്ട്. സപ്പോർട്ട് ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ ഒരു 930 ലെവലിലേക്ക് ഫോൾ ആകും. ഒരു 60-70 പോയിൻറ്റ്സ് എന്തായാലും ഫോൾ ആവുന്നത് നമുക്ക് കാണാം. ഒരു റൗണ്ട് ഫിഗർ സപ്പോർട്ട് കൂടിയാണ് 24,000. എന്തായാലും ബ്രേക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ കോസ്റ്റിൽ തന്നെയുണ്ട്. നമ്മൾ 2 ലോട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒരു അഡീഷൻ കൂടിയുണ്ട്. യെസ്, 3 ലോട്ട്സ് 140 അറൗണ്ടാണ് നമ്മുടെ ആവറേജ് പ്രൈസ്. നമുക്ക് ഒരു മൊമെൻറ്റം വരുമോ നമുക്ക് നോക്കാം. 24K ബ്രേക്ക് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. $24,000 ലെവൽ ബ്രേക്ക് ചെയ്താലൊരു മൊമെൻറ്റം നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു സ്പൈക്കാണ് നമുക്ക് പുട്ട് ഓപ്ഷനിൽ വരേണ്ടത്. നമ്മൾ 3 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു അഡീഷൻ കൂടി എടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഓൾറെഡി 3 ലോട്ട്സ് ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു മൊമെൻറ്റം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. $1K പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളൊരു 5 പോയിൻറ്റ്സ് മാത്രമേ പ്രോഫിറ്റിലായിട്ടുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യട്ടെ. അതിനുശേഷം ഒരു സ്പൈക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ആസ് ഓഫ് നൗ അത് 4 to 5 പോയിൻറ്റ്സ് പ്രോഫിറ്റിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൊസിഷൻ ഒരു 10-12 പോയിൻറ്റ്സ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 3 ലോട്ട്സാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്യാം. നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. യെസ്, 3.7K പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ നല്ലൊരു ഫോളാണ് വന്നിട്ടുള്ളത്. 24K ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേ ബി ഒരു പുൾ ബാക്ക് 24,000 വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെവലിൽ നിന്ന് റിസ്ക് എടുക്കുന്നില്ല. 3.7K പ്രോഫിറ്റ്, നല്ലൊരു പ്രോഫിറ്റ്സ് നമുക്ക് ഈ ഒരു വീക്ക്ലി ക്ലോസിങ്ങിൽ ബുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. 3 ലോട്ട്സ് നമ്മൾ എടുത്തു. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അറൗണ്ട് 159. നല്ലൊരു ബുക്കിംഗ് ആണ്. 20 പോയിൻറ്റ്സ് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡോടുകൂടി നമുക്ക് ഈ വീക്ക്ലി ക്ലോസിംഗ് ആണ് ചെയ്യുന്നത്. അതായത് വീക്ക്ലി വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ഒരു 3 വീക്സ്, ഓൾമോസ്റ്റ് 3 വീക്സ് ആയിട്ട് ലോസിൽ തന്നെയാണ്. വീഡിയോസ് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം. നമ്മൾ അത്യാവശ്യം
ചെറിയ ലോസ് ആണെങ്കിലും 2 വീക്സിൽ ചെറിയ ലോസും കഴിഞ്ഞ വീക്കിൽ നല്ലൊരു ലോസ് നമുക്കൊരു മൺഡേ നല്ല ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് 3 വീക്സിന് ശേഷമാണ് ഇപ്പോൾ ഒരു പ്രോഫിറ്റ് വീക്ക് വരുന്നത്. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് ഈ വീക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഒരു പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയതിൻ്റെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ളൊരു ഡിസിപ്ലിൻ നമുക്ക് ഈ ഒരു വീക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ ലൈവായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുമോ, ലൈവ് യൂട്യൂബ് ചാനലിൽ ലൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാനലിൽ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. ഒരുപാട് കുറേ മാസങ്ങളോളം നമ്മൾ ലൈവ് ട്രേഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സെബിയുടെ ഒരു റെഗുലേഷനുണ്ട്, നമ്മൾ റിയൽ ടൈം ഡാറ്റ ലൈവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, റിയൽ ടൈം ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ലൈവായിട്ട് വരുന്ന ഈ ഒരു അനാലിസിസ് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വരും വീഡിയോസിൽ. അപ്പോൾ അതാണിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ലൈവ് റെക്കോർഡിങ്ങിൽ സെയിം മാർക്കറ്റിൽ എപ്പോഴും ആ ഒരു ട്രേഡ് എടുക്കുന്നതിൻ്റെ ഒരു എൻട്രി എക്സിറ്റ് എല്ലാം സെയിമാണ്. നമുക്ക് എപ്പോഴും അത് മാറുന്നതേയില്ല. എല്ലാ ഒരു മാർക്കറ്റ് കണ്ടീഷൻസും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മുമ്പുള്ള ലൈവ്സ് വാച്ച് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഡെയിലി അനാലിസിസ് വീഡിയോസ് കുറേ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി കമൻസിലൂടെ അറിയിക്കുക എല്ലാവരും. എന്തായാലും 24,000 ഒരു പുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫോളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.